ഹായ് ഫ്രണ്ട്സ്, ആയിരക്കണക്കിന് അധ്യാപകർ വാലുവേഷൻ ക്യാമ്പിലേക്ക്, കൂടെ സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെയും പ്രാർത്ഥനയും. ഒരു സംശയവുമില്ല, വാലുവേഷൻ ക്യാമ്പിലേക്ക് പോകുന്ന എല്ലാ അധ്യാപകർക്കും ഇഷ്ടം നിറയെ കറക്റ്റ് ആൻസർ എഴുതിയിരിക്കുന്ന നല്ല ആൻസർ ഷീറ്റ് കയ്യിലേക്ക് വരണേ. എല്ലാ ആൻസർ ഷീറ്റിലും കൃത്യമായ ആൻസറുകൾ ഉണ്ടായിരിക്കട്ടെ, നിറയെ മാർക്കിട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. അങ്ങനെ നിറയെ മാർക്സ്, അല്ലെങ്കിൽ മെജോറിറ്റി കുട്ടികൾക്കും A+, ഫുൾ മാർക്സ് ഒക്കെയുള്ള പേപ്പർ വാല്യൂ ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് മുഖത്ത്. സ്വന്തം മാർക്ക് പോലെയോ സ്വന്തം മക്കളുടെ മാർക്ക് അതിനേക്കാൾ അപ്പുറം ഒരു സന്തോഷമാണ് എല്ലാ അധ്യാപകരുടെ മുഖത്തും. ഇന്ന് ഞാൻ വാല്യൂ ചെയ്ത പേപ്പറിലെല്ലാം നിറയെ മാർക്കുണ്ടായിരുന്നു എന്ന്, ഇതൊരു സത്യമായ കാര്യമാണ്. അതേസമയം പരാജയപ്പെട്ട മാർക്ക് കുറഞ്ഞ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ ആ ടീച്ചേഴ്സിനൊക്കെ വിഷമമാണ്. അത് ഇവിടുത്തെ കുട്ടികളോ ഏത് കുട്ടികളുടെ ആൻസർ ഷീറ്റോ എന്നൊന്നുമല്ല, അയ്യോ മാർക്കില്ല, കുട്ടികളൊന്നും എഴുതിയിട്ടില്ല, അങ്ങനൊരു പരാതിയോ വിഷമമോ സങ്കടമോ ടീച്ചേഴ്സിനെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വാലുവേഷൻ ക്യാമ്പിലേക്ക് വരുമ്പോഴും വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒക്കെ എല്ലാ ടീച്ചേഴ്സും മനസ്സിൽ കരുതുന്നത് കുട്ടികൾക്കൊക്കെ നല്ല മാർക്കുണ്ടാവട്ടെ, നല്ല രീതിയിൽ കൃത്യമായും വ്യക്തമായും നമുക്ക് ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ മക്കൾക്കെല്ലാം നല്ല മാർക്ക് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്വന്തം കുട്ടികളുടെ മാർക്സിന് വേണ്ടി കാത്തിരിക്കുന്ന രക്ഷിതാക്കളുമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എഴുതിയതെല്ലാം കറക്റ്റായിരിക്കട്ടെ, എനിക്ക് നല്ല മാർക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ എനിക്ക് A+ എല്ലാത്തിലും വരട്ടെ, ഫുൾ മാർക്ക് കിട്ടട്ടെ, ഞാൻ ക്ലാസ് ടോപ്പർ ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ പാസ്സാവട്ടെ, എനിക്ക് ഡബിൾ പാസ് കിട്ടണേ, എനിക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ മാത്രം മാർക്ക് ഉണ്ടായിരിക്കണേ എന്നിങ്ങനെ വ്യത്യസ്ത പ്രാർത്ഥനയോടെ കുട്ടികളും കൂടെയുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥനയും ശ്രമവും ഒക്കെ ആകുമ്പം ഒരു സംശയമില്ല, നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം SSLCയുടെ റിസൾട്ട് വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത്. സ്കൂളുകളൊക്കെ ഫുൾ പാസ് 100% പാസിന് വേണ്ടി മത്സരിക്കുകയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതേപോലെ തന്നെ +1ൻ്റെയും +2ൻ്റെയും റിസൾട്ട് വരട്ടെ എന്ന്. കാരണം ഈ പരീക്ഷണങ്ങളൊന്നും അല്ല ഒരു പരീക്ഷണം. ഈ പരീക്ഷകളൊക്കെ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആകുലത ഉണ്ടാക്കുന്നതാണെങ്കിലും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അറിയാം ഇതിനേക്കാൾ വലിയ എത്രയോ പരീക്ഷണങ്ങൾ ഇനി ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ട്. ഇവിടുത്തെ മാർക്കും ഗ്രേഡും കൊണ്ടു മാത്രം നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. എന്നാൽ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പരീക്ഷണം വലിയൊരു കാര്യം തന്നെയാണ് എന്നും അറിയാം. എങ്കിൽ തന്നെയും റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക്, നല്ല റിസൾട്ട്, നല്ല ഗ്രേഡൊക്കെ കാണുമ്പോൾ ഏവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് എത്ര കാലം നീണ്ടു നിന്നാലും ഇല്ലെങ്കിലും അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല നെക്സ്റ്റ് ഹയർ സ്റ്റഡീസിൻ്റെ അഡ്മിഷനും ഒക്കെ അത് പരിഗണിക്കപ്പെടും. എക്കാലത്തും നമ്മുടെ ഓർമ്മകൾ സന്തോഷം നിറയുന്നത് തന്നെയാണ് നിറയെ മാർക്സുള്ള ഉയർന്ന ഗ്രേഡുള്ള മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉയർന്ന ഗ്രേഡുള്ള മാർക്ക് ഷീറ്റ്, അല്ലെങ്കിൽ ഉയർന്ന മാർക്കുള്ള മാർക്ക് ഷീറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്താൻ മാത്രം നല്ല മാർക്ക് ഇന്നു മുതലുള്ള വാലുവേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ പേപ്പറിലും ഉണ്ടാവട്ടെ. +1 ഇമ്പ്രൂവ് ചെയ്താവട്ടെ, +2ൻ്റെതാവട്ടെ, +1ൻ്റെതാവട്ടെ, അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പാരൻസിനും എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒത്തിരി അതോറിറ്റി ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ആവട്ടെ, കൃത്യമായി സൂപ്പർവൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും, അതോടൊപ്പം തന്നെ സ്ക്വാഡായിട്ട് വരുന്നതും RDD ഓഫീസ്, അങ്ങനെ ഒരുപാട് സ്റ്റാഫുകൾ, അതുപോലെ വാലുവേഷൻ നടത്തുന്ന വാലുവേഷൻ ക്യാമ്പ് നടക്കുന്ന സ്കൂളുകളിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഒത്തിരി പേരുടെ എഫേർട്ട്, അതുപോലെ തന്നെ ആൻസർ ഷീറ്റ് ഓരോ ജില്ലയിൽ നിന്നും മറ്റു പല ക്യാമ്പുള്ള ജില്ലയിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് പേര് കൃത്യമായും വ്യക്തമായും നമ്മുടെ കുട്ടികളുടെ റിസൾട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാത്ത ഒത്തിരി പേരുണ്ട്. എന്തായാലും എല്ലാവരുടെ ശ്രമവും സഫലമാകുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ല റിസൾട്ട് വരുമ്പോഴാണ്, നല്ല മാർക്ക് കിട്ടുമ്പോഴാണ്. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ 10, 11, 12 ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ കുട്ടികളും പാസ്സാവട്ടെ. അവരാഗ്രഹിക്കുന്ന അവരുടെ ശ്രമത്തിനനുസരിച്ച് ഗ്രേഡ് അവർക്ക് വരട്ടെ. അത്തരത്തിൽ ഒരു പരാതിയും ഒരു കംപ്ലയിൻറ്റും ഒരു മിസ്റ്റേക്കും വരാത്ത വിധം വാല്യൂ ചെയ്യാൻ ടീച്ചേഴ്സിന് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.